സന്തോഷമായിട്ടിരിക്കാനുള്ളതിൻ്റെ സീക്രട്ട് അല്ലേ? സീക്രട്ട് എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് തീരും, ഇനിയൊന്നും പറയാൻ കാണില്ല. എന്താ സീക്രട്ട് എന്ന് ചോദിച്ചാൽ അതങ്ങനെ പറഞ്ഞേക്കട്ടെ. അപ്പൊ പിന്നെ വേണമെങ്കിൽ അത്യാവശ്യക്കാർക്ക് പോകാം. സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഹാപ്പി ആണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അതാണ് സീക്രട്ട്. ഇതാരും പറഞ്ഞു തരികയില്ല. ലോകത്തിലുള്ളവരെല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ ഓരോരുത്തരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പറയും, നീ ഹാപ്പിയല്ല, നീ അൺഹാപ്പിയാണ്, നീ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറയുമല്ലേ. അതാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും ഹാപ്പിയാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? മുഖം അങ്ങനെയല്ലേ ഇരിക്കുന്നത്? മുഖം മുഖം എങ്ങനെയാ ഇരിക്കുന്നത്? അല്ല ഇപ്പം ജോണി ജോണി ചിരിക്കുന്നുണ്ടല്ലോ, സന്തോഷമായിട്ടല്ല ചിരിക്കുന്നത്. അതെ അതെ. അതെ, അതാ ഞാൻ പറഞ്ഞത്. അൺഹാപ്പിയാന്ന് ആരെങ്കിലും പറഞ്ഞാൽ അന്നേരം ഹ ഹ ഹ ഹ ഹ എന്ന് ചിരിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ഈ പറയുന്ന ആള് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ആർ യു അൺഹാപ്പി, ആർ യു സാഡ്, ആർ യു മാഡ്, ആർ യു സ്കേർഡ് എന്നൊക്കെ ചോദിക്കും. അപ്പോഴേ പറഞ്ഞേക്കണം ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാണ് ചിരിച്ചത്, തീർന്നില്ല. ഇതതിൻ്റെ സീക്രട്ട്. മറ്റുള്ളവരാണ് നമ്മളെ അൺഹാപ്പി ആണെന്ന് പറഞ്ഞ് നമ്മളെ ഡൗൺ ചെയ്യുന്നത്. അപ്പൊ നമ്മളങ്ങ് വാദിക്കണം, നോ ഐ ആം ഹാപ്പി, ഐ ആം എ ഹാപ്പി പേഴ്സൺ. അതാണ് സീക്രട്ട്. ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇതൊരു പ്രാക്ടിക്കൽ കൂടിയാ കേട്ടോ. ഈ കാണിച്ചു തരണ്ടേ, ഞാൻ പറയുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തരണ്ടേ. എല്ലാ ക്ലാസ്സിലും അങ്ങനെയാണ്, വെറുതെ പറയല്ലേ എന്ന് കാണിച്ചു തരും. എല്ലാവരും വീഡിയോ തുറക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് തുറന്നു, അല്ലാത്തവർ തുറന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഈ തിറക്കാത്തവരെന്ന് പറഞ്ഞാൽ അവർ അൺഹാപ്പിയാ പൂങ്കോട്ടുള്ള കാര്യം പറഞ്ഞേക്കാം. ഹാപ്പിനെസ്സിലേക്ക് സംശയമുള്ളവരൊക്കെ വീഡിയോ തുറന്നു. അല്ലെങ്കിൽ വീഡിയോ തുറന്നില്ലെങ്കിൽ നിങ്ങൾ ആ അൺഹാപ്പി സിറ്റുവേഷൻ തന്നെ ഇരുന്ന് പോകും. ഞാൻ പറയുന്നത് യു ആർ ഹാപ്പി, നിങ്ങളുടെ മുഖം കാണട്ടെ തീരുമാനിക്കുക. തുറന്നവരൊക്കെ ഹാപ്പി അല്ലേ? ചിരിക്കുന്നുണ്ടല്ലോ. ചിരിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ജീനായും ചിരിക്കുന്നുണ്ട്. പിന്നെ ആരാ? നീതു. നീതു ചിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇടുന്നുണ്ട്. ആ ചിരിച്ചു അല്ലേ? ഇനി ഷൈന തൃശ്ശൂരിൽ നിന്ന് ദൂരെ നിന്ന് വന്നതാണ്. ഒന്ന് ചിരിച്ചാ മോനെ കാണട്ടെ നിന്റെ ചിരി. ആ കണ്ടോ, പുള്ളിയും ചിരിച്ചു. ഇപ്പൊ ആരായി അൺഹാപ്പിയാന്ന് പറഞ്ഞു? നമ്മൾ ആരും അൺഹാപ്പിയല്ല, നമ്മളെല്ലാരും ഹാപ്പിയാ. ഇതാ ഞാൻ പറഞ്ഞ സീക്രട്ട് എന്ന് പറഞ്ഞത്. നമ്മൾ ഹാപ്പി ആണെന്നുള്ളത് നമുക്കറിയത്തില്ല. സത്യത്തിൽ ഞാൻ വെറുതെ പറയുന്നതല്ല. ബൈബിള് പഠിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അറ്റ്ലീസ്റ്റ് സംടൈം കേട്ടിട്ടുണ്ടായിരിക്കും, വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ലൈക്ക്നെസ് ഓഫ് ഗോഡ്. ഇല്ല ജോണി, അങ്ങനെ എഴുതിയിട്ടില്ലേ? ദൈവം സാഡാണോ? അല്ലല്ലോ, ദൈവം സന്തോഷവാനല്ലേ? ദൈവം സാഡാണോ ഹാപ്പി ആണോ എന്ന് അറിയാൻ അറിയത്തില്ലല്ലേ? പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്ന ദൈവം ദൂഷ്യം ഉള്ളതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാപിത താല്പര്യം കൊണ്ട് ആരെങ്കിലും പറഞ്ഞു നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി. ദൈവം സന്തോഷവാനാണ്, സന്തോഷമാണ്. അപ്പൊ നമ്മളെയൊക്കെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ, ദൈവം ഇല്ലെന്ന് പറയുന്നവർക്ക് വേറെ വ്യാഖ്യാനങ്ങളുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവർ, ഞാനിപ്പം ഭൂരിഭാഗം അങ്ങനെ ആയിരിക്കുന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാനുള്ള ഒരു സംഗതിയാണ് യു ആർ ക്രിയേറ്റഡ് ഇൻ മൈ ഷേപ്പ് എന്നാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ ദൈവത്തിന്റെ ഛായ, അതാണ് ഛായ എന്ന് പറയുന്നത്. ദൈവം സന്തോഷവാനാണ്, നമ്മൾ സന്തോഷവാനാണ്, തീർന്നു. അതാണ് അതിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞ സംഗതി. ഇനി അഥവാ ദൈവത്തിൽ വിശ്വാസമില്ല, ദൈവം പോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാലും ഞാൻ പറയുന്നു യു ആർ ഹാപ്പി. കാരണം എന്ന് വെച്ചാൽ ചിരിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ടല്ലോ. ഈ സന്തോഷം ഇല്ലാത്ത ഒരാൾ എങ്ങനെയാ ചിരിക്കുന്നത്? അവന്റെ ചുണ്ടെന്ന് പുറക്കലാണ്. അപ്പൊ നമ്മൾ സന്തോഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കാൻ തീരുമാനിക്കണം, അല്ലാണ്ട് സന്തോഷിക്കല. നമുക്ക് വിശപ്പുണ്ടായാലും നമ്മൾ ഭക്ഷണം കഴിക്കാമെന്നുള്ള തീരുമാനം എടുക്കണം, എങ്കിലേ കഴിക്കുള്ളൂ. ആരെങ്കിലും വായി ഭക്ഷണം ഇട്ടാലും അതവിടെ ഇരിക്കും, ഇറങ്ങത്തില്ല. നമ്മളിങ്ങനെ ഗൾഫ് ചെയ്യണം, എങ്കിലേ ഇറങ്ങിപ്പോവുള്ളൂ.
എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിൽ നിന്നൊരു വില്ലിങ്നെസ് വേണം ഏതൊരു കാര്യത്തിനും. സന്തോഷിക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ സൈഡിൽ നിന്നൊരു വില്ലിങ്നെസ് വേണം. അതില്ലെങ്കിൽ നീ ദുഃഖിച്ചിരിക്കാൻ നീ തീരുമാനിച്ചിറങ്ങിയതാണ്, നീ ദേഷ്യപ്പെടാൻ തീരുമാനിച്ചിറങ്ങിയതാണ്, നീ സങ്കടപ്പെട്ടിരിക്കാൻ തീരുമാനിച്ചിറങ്ങിയതാണ്. ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഹാപ്പി ആയിട്ടുണ്ട്. നീ പറയാ അല്ലല്ലല്ല, ഹാപ്പി ആയിട്ട് സൃഷ്ടിച്ചാലും ഞാൻ അൺഹാപ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. ഇതതിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞു. നടന്നുകൊണ്ടിരിക്കും, വഴി കൂടെ മെയിൻ റോഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്ല് തട്ടി വീണു, മുട്ടുപൊട്ടി, അല്ലെങ്കിൽ കാലൊടിഞ്ഞു, എന്നാലും നാടൻ ഭാഷ പറഞ്ഞ ഒരു വളിച്ച ചിരിയായിട്ട് നിങ്ങൾ എഴുന്നേക്കൂ. ഇല്ല, എല്ലാം പറ്റും, ഒന്നും പറ്റിയില്ലെന്ന് പറയും. നല്ല വേദനയാണ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പരിചയക്കാരും എല്ലാം ഉണ്ടെങ്കിൽ, എടോ തനിക്ക് എങ്ങനെയാ പൊള്ളുന്നുള്ളത്, എനിക്കിങ്ങും പൊള്ളുന്നില്ലെന്ന് പറയും, ചിരിച്ചോണ്ട് പറയും. അതാണ് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഹാപ്പി ആണെന്ന്. ഒന്നാമത്തെ കാര്യം, ഹാപ്പി ആയി കഴിഞ്ഞാൽ മുഖത്ത് അതിൻ്റെ പ്രസാദം കാണും. ഇല്ലേ? നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ, കാല് തെറ്റി വീണ് കാലൊടിഞ്ഞാലും ഒരു ചിരിയായിട്ട് നമ്മൾ എഴുന്നേൽക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഏത് വേദനയിലും ചിരിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാലത്തെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, ശരീരം ചിരിച്ചു, അപ്പൊ അകത്തിരിക്കുന്ന മനസ്സിന് തോന്നും, അല്ല ഞാനെന്തിനാ ഈ സങ്കടപ്പെട്ട് പേടിച്ചിരിക്കുന്നത്, ശരീരം ചിരിക്കുന്നുണ്ടല്ലോ, എന്നാ പിന്നെ എനിക്ക് ചിരിച്ചുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് മനസ്സിലും ചിരി വരും. അതാണ് എൻ്റെ സൂത്രം. അപ്പാപ്പൻ അങ്കിൾ എന്ന് പറയും, ഗ്രാൻഡ് അങ്കിൾ. ഗ്രാൻഡ് അങ്കിൾ മരിച്ചപ്പോ എൻ്റെ ഒരു അങ്കിളിന് പെട്ടെന്ന് ഇങ്ങനെ ബോഡി എടുത്തപ്പോഴേക്ക് അങ്കിള് പെട്ടെന്ന് കരഞ്ഞു. പെട്ടെന്ന് ഒരു കരച്ചില്ല. അങ്കിൾ എപ്പോഴും ജോണി ഇച്ചിടെ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി പറയാണ്. ജോണിയുടെ ഇഷ്യൂ പറയാവുള്ളൂ. അങ്കിൾ ഇവിടെ ഉണ്ടെങ്കിൽ അങ്കിളുമായിട്ട് സംസാരിക്കും. അങ്കിൾ ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ, വന്നിട്ടില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് ജോണിയുടെ അനുഭവത്തിൽ നിന്ന് സങ്കടം ഉണ്ടെങ്കിൽ അത് പറ. കാരണം എനിക്കിപ്പോ അങ്കിളിനെ ഡീൽ അപ്പൊ ചെയ്യാൻ ഇത് തന്നെ. പറ്റില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള അങ്കിളും പോലും കരഞ്ഞല്ലോ എന്ന് ചിന്തിച്ചു. അപ്പൊ എനിക്ക് സങ്കടം. അങ്കിളിന്റെ കാര്യം പറയണ്ട, ജോണിക്ക് ആ സമയത്ത് സങ്കടം വന്നു എന്നാണ് എന്റെ ചോദ്യം. എനിക്ക് സങ്കടം വന്നു. സങ്കടം വന്നപ്പോ എന്ത് ചിന്തയാ വന്നത്? ഇപ്പൊ പറഞ്ഞല്ലോ, അതങ്ങ് പറഞ്ഞാ മതി. ഇങ്ങനെ ജോളി ആയിട്ടുള്ള അങ്കിള് പോലും കരഞ്ഞു പോയല്ലോ. കരഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞപ്പം ജോണിക്ക് സങ്കടം വന്നു അല്ലേ? ഓക്കെ, കരഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു അല്ലേ? അതെ, കരഞ്ഞു പോയ അങ്ങനെ ജോണിയുടെ മനസ്സിൽ ഇങ്ങനെ സംസാരം വന്നു. അദ്ദേഹം കരഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞപ്പോ ആ കരച്ചിൽ കണ്ടിട്ട് ജോണിക്ക് സങ്കടം വന്നു അല്ലേ? ഇത് കണ്ടതിന്റെ പേരിലല്ലേ? കണ്ടില്ലേ വരികയല്ലോ. ഇല്ല. ഈ അങ്കിള് എപ്പോഴെങ്കിലും അതിന് മുമ്പ് ചിരിച്ചിട്ടുണ്ടോ ജീവിതത്തില്? എപ്പോ? സാറിന്റെ സമയത്ത് അല്ല, എപ്പോഴെങ്കിലും അങ്കിള് ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? അങ്കിള് എപ്പോഴും ജോളിയാണ്. ജോളിയാണ്. അതാണ് നമ്മുടെ റിസോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് സന്തോഷിക്കാനുള്ള റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചിരിയാണ്. ഒന്ന് കണ്ണടച്ചേ ജോണി, കണ്ണടച്ചിട്ട് ബ്രീത്തിങ് ഒന്ന് ശ്രദ്ധിച്ചേ. ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ജോണി ഒരു കാര്യം ചെയ്യുക, അങ്കിള് ചിരിക്കുന്നത് മനസ്സിലൊന്ന് കണ്ടേ. കണ്ടപ്പോ ജോണി സന്തോഷം വന്നില്ലേ? ജോണിക്ക് വന്നു. അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റിസോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് സന്തോഷിക്കാനുള്ള റിസോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇനി സങ്കടം വരുത്തണം എന്നുണ്ടെങ്കിൽ അങ്കിൾ അന്ന് കരഞ്ഞത് മനസ്സിലൊന്ന് കണ്ടാൽ മതി, അപ്പൊ സങ്കടം വരും. വേണ്ട, അത് വരുത്തണ്ട, നമുക്കിവിടെ ഹാപ്പി ആയിട്ടിരിക്കാം. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് മനുഷ്യന്റെ പ്രകൃതി. മനുഷ്യന് ആരെങ്കിലും കരയുന്നത് കണ്ടാൽ അവന് സങ്കടം വരും. അപ്പൊ അതേസമയം അപ്പൊ തന്നെ പറഞ്ഞാൽ മതി, ഇത് വെറും താൽക്കാലികമാണ്, ഇതിനൊക്കെ മുമ്പ് ചിരിച്ചിട്ടുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യന്റെ ഒരു ചിരി ഒന്ന് നമ്മുടെ മനസ്സിൽ കാണണം. അപ്പൊ നമുക്ക് സന്തോഷം വന്നു. ഇതാണ് അതിന്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞത്. ഈ സങ്കടം, ദേഷ്യം എന്നൊക്കെ പറയുന്നത് വെറും താൽക്കാലികമാണ്. പിന്നെ വരുമ്പോൾ തന്നെ നമ്മൾ അവയർനെസ്സിലേക്ക് വന്നിട്ട് അന്നേരെ നമ്മുടെ റിസോഴ്സ് ഏതെങ്കിലും ഉപയോഗിക്കണം. ഇതാണ്
അദ്ദേഹത്തിൻ്റെ ചിരിയാണ് നമ്മുടെ ഒരു റിസോഴ്സ്, നമ്മുടെ ഒരു ധനം. അതിനെ നമ്മൾ ഇവിടെ അങ്ങ് ഉപയോഗിച്ചാൽ മതി. അങ്ങരുടെ ആ ചിരി നമ്മളിൽ അങ്ങ് പ്രയോഗിക്കണം. അപ്പം നമ്മൾ ഹാപ്പിയായി. അപ്പം അങ്ങനെ 24 മണിക്കൂർ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. സങ്കടം തോന്നിക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം വരികയാണെങ്കിൽ അന്നേരം നിങ്ങൾ അവയർനെസ്സിൽ തിരിച്ചറിവിലേക്ക് വരണം. അയ്യോ, ഞാൻ സങ്കടപ്പെടാനുള്ള ആളല്ലല്ലോ, എന്നെ ദൈവത്തിൻ്റെ ഛായയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, എനിക്ക് സന്തോഷിക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും സന്തോഷിപ്പിക്കുന്ന അനുഭവം നമ്മുടെ മനസ്സിൽ കാണും. സിമ്പിളാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ള പ്രത്യേക ഒരു കഴിവാണ് എന്തും നമുക്ക് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ പിന്നെ നമുക്ക് സന്തോഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സന്തോഷിക്കുന്ന അനുഭവം കൊണ്ടുവരണ്ടേ? ഇതിനാണ് NLP. നമ്മൾ NLP പഠിച്ച കുട്ടികൾക്ക് അറിയാം. യു തിങ്കിങ്, ഇപ്പൊ ഈ ജോണി ചെയ്ത തിങ്കിങ് ആണ്. അവരുടെ ചിരി എന്ന് പറയുന്ന ഒരു തിങ്കിങ് ആയിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്തു. വിഷ്വലൈസേഷൻ ഈസ് എ തിങ്കിങ്. തിങ്കിങ്ങിന്റെ ഒരു പവറാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിന്റെ ഒരു പവറാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ചേട്ടൻ, ആ അങ്കിള് ചിരിക്കുന്നതായിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യും. അപ്പൊ എനിക്ക് ചിരി വന്നു. അപ്പൊ അതിനകത്ത് അത് തിങ്കിങ് ആണ്. യു തിങ്ക് ഇൻ സച്ച് എ വേ ദാറ്റ് യു ബിക്കം ഹാപ്പി എന്ന് പറഞ്ഞാൽ നീ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ കൃത്യമായിട്ട് അതിന്റെ അർത്ഥം കിട്ടും. അതുകൊണ്ട് പറയുന്നത്, നീ എങ്ങനെ ചിന്തിക്കണം, നീ ഹാപ്പി ആകാൻ ഏത് ചിന്ത കൊണ്ടുവരണോ അത് കൊണ്ടുവരണം. അത് കൊണ്ടുവന്നു കഴിയുമ്പോൾ നീ ഹാപ്പിയായി. പക്ഷെ സാധാരണഗതിയിൽ ആൾക്കാര് സങ്കടം ഉണ്ടാക്കുന്ന ചിന്തകൾ മാത്രമേ കൊണ്ടുവരുള്ളൂ. ഇതാണ് ആ രീതിയിലേക്കല്ലേ നമ്മൾ അയൽവക്കാരെ ശരിയാക്കി എടുക്കുന്നത്, അല്ലെ വീട്ടുകാരെ കൂട്ടുകാരെ ശരിയാക്കി എടുക്കുന്നത്. അപ്പോ നമ്മളൊക്കെ ഒരു ശകലം ബോധമുണ്ടെങ്കിൽ ഇയാളെ നെഗറ്റീവാണ്, അപ്പൊ താനുമായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പുറത്തോട്ട് തിരിഞ്ഞ് നടക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് അസർട്ടീവ് എന്ന് പറയും. നമ്മൾ വളരെ അസർട്ടീവായിട്ട് അവിടെ നിന്ന് മാറണം, അല്ലെങ്കിൽ പറയണം, ഇവിടെ തൻ്റെ ഈ സംസാരമൊന്നും എനിക്കിഷ്ടപ്പെടുന്നില്ല, ഇത് നെഗറ്റീവായിട്ടുള്ളതാണ്, എനിക്കിത് കേൾക്കണ്ട എന്ന് പറയണം. അത് ആരായാലും, അത് അപ്പനാണേലും അമ്മയായാലും കൂട്ടുകാരനാണെങ്കിലും പറയണം, സ്റ്റോപ്പ് ഇറ്റ്, ഐ ഡോണ്ട് വാണ്ട് ടു ലിസൺ ടു യുവർ നെഗറ്റീവ് ടോക്സ് പറയണം. അത് പറയാനുള്ള തൻ്റെ ഇടം നമുക്ക് വേണം. അതില്ലെങ്കിൽ യു റിമൈൻ ഓൾവേസ് അൺഹാപ്പി. അപ്പൊ അൺഹാപ്പിനെസ് ഇവിടെ നമ്മൾ വിളിച്ചു വരുത്തുക ചെയ്യുന്നു. എന്തുകൊണ്ട്? നിന്റെ തൻ്റെ കുറവുകൊണ്ടാണ്. അപ്പൊ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു കഴിവ് അസർട്ടീവ്നെസ്, തൻ്റെ ഇടമായിട്ട് പറയണം. എന്ന് പറഞ്ഞാൽ അവരോട് ദേഷ്യപ്പെട്ടൊന്നും പറയണ്ട, എനിക്കിത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നാൽ അവിടുന്ന് മാറിപ്പോരണം. അത്ര തന്നെ. വീട്ടിലാണെങ്കിൽ 2-3 മുറികളുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാദറോ മദറോ ഭാര്യ ആരെങ്കിലും ആരെങ്കിലും കുറ്റം പറിച്ചിട്ടോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടുന്ന് മാറിയാലോ വേറെ റൂമിലേക്ക് പോയി ഇരുന്നേക്കണം, തീർന്നില്ലേ? പോയിട്ട് പത്രം വായിച്ചോ, അല്ലെ ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിളോ, ഖുറാൻ ഉണ്ടെങ്കിൽ ഖുറാനോ, അല്ലെങ്കിൽ ഭഗവത്ഗീത ഉണ്ടെങ്കിൽ അങ്ങ് വായിച്ചോ, തീർന്നില്ലേ? ഇതാണ് ഈ കാര്യങ്ങളൊക്കെ വളരെ പൊളൈറ്റായിട്ട് പറയണം. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരുമായിട്ടൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഭക്ഷണം കഴിക്കുമ്പോഴാണേലും ജോലി ചെയ്യുന്ന സ്ഥലത്താണേലും അവരായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് എപ്പോഴേ നമ്മൾ ഇരിക്കാവുള്ളൂ. പിന്നെ നമ്മൾ ഈ NLPക്കകത്ത് ഞാൻ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. നമ്മൾ സബ്ജക്റ്റീവായിട്ട് ചിന്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടവും ദേഷ്യവും വെറുപ്പും വരത്തില്ല. നമ്മൾ ആത്മനിഷ്ഠമായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റേത്, എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം വരും. നമ്മൾ കാര്യങ്ങളെ കാണുമ്പോൾ എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള് എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരം ആ ഉള്ളിൽ വരുന്നെങ്കിൽ നമുക്ക് ദേഷ്യം, സങ്കടം, പേടിയൊക്കെ വരും. വഴി നിന്നോണ്ട് ആരെങ്കിലുമൊക്കെ ചീത്ത പറയുന്നു, എന്നോട് അവൻ ചീത്ത പറഞ്ഞു, ആത്മനിഷ്ഠമായി. അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ ചീത്ത പറയുകയാണെങ്കിൽ കണ്ടോണ്ടിരിക്കാൻ എന്ത് രസമാണെന്നറിയോ? നിങ്ങളൊക്കെ കൈ കെട്ടി നോക്കി ചിരിച്ചോണ്ടിരിക്കും, ഭയങ്കര രസമാണ്. 2 പേര് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാക്കാണ്, തെറി പറയുകയാണെങ്കിൽ കൈ കെട്ടി കേട്ടോണ്ട് നിൽക്കും. ഇതെന്ത് തെറിയാ, ഇച്ചൂടെ കട്ടി കൂടി പറയാൻ പറയും. അതേമാതിരി ഇത് നിങ്ങളുടെ പേരും പറഞ്ഞ് നിങ്ങളോട് പറയുന്നെങ്കിൽ
അപ്പോഴേ നിങ്ങൾ കല്ലെടുത്ത് എറിയോ, അല്ലെങ്കിൽ ഓടും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും, പ്രശ്നം ഉണ്ടാക്കും, ശത്രുവാക്കും, ഇതെല്ലാം ചെയ്യും. ഇതാണ് ആത്മനിഷ്ഠ. അപ്പൊ ആരെങ്കിലും നിങ്ങളോട് ചീത്ത പറയുകയാണെങ്കിലും നിങ്ങൾ ഈ ചെവി കൂടെ കേട്ട് ആ ചെവി ഇങ്ങനെ വിട്ടേച്ചാൽ മതി. ഓ, അയാൾക്ക് ദേഷ്യം വന്നു, അയാൾക്ക് തെറി പറയണം തോന്നി, പറഞ്ഞോട്ടെ. അയാൾ തെറി പറയുന്നതിന് അയാളുടെ വായിക്കല്ലേ ക്ഷീണം വരുന്നത്. എനിക്ക് എന്നെ പ്രശ്നമിരിക്കുന്നു പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു മനസ്സിൽ. അത് കഴിഞ്ഞോട്ട് തിരിഞ്ഞ് നടത്തിഞ്ഞ് പോരണം. കാരണം നമ്മുടെ കയ്യിൽ ഇതിനുള്ള ടെക്നിക്ക് എല്ലാം ഉണ്ട്. അതങ്ങ് പ്രയോഗിച്ചേക്കണം. അപ്പൊ ആ സേഫ് ഡിസ്റ്റൻസ് അങ്ങ് മാറ്റിഞ്ഞ് പോകുന്നേക്കണം. ഇനി വീട്ടിലാ പ്രശ്നം വരുന്നെങ്കിൽ ആ ഭാഗത്ത് നിൽക്കണ്ട, നിങ്ങൾ മുറ്റത്തോട്ട് ഇറങ്ങിപ്പോക്കൂ. എന്നിട്ട് എന്നെ രക്ഷയില്ല, നിങ്ങൾ ശല്യപ്പെടുത്താൻ വരികയാണെങ്കിൽ ഇവിടെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നേരെ ഫോൺ വിളിച്ച് പറഞ്ഞേക്കണം, അവർ വന്ന് കൈകാര്യം ചെയ്തേക്കും. ഈ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് പറയാൻ പറ്റിയ വാക്കുകളൊക്കെ ഉണ്ട് ഇന്ന്. സാറേ, എൻ്റെ ഭർത്താവ് എന്നെ പീഡിപ്പിക്കുന്നു, എൻ്റെ അപ്പൻ എന്നെ പീഡിപ്പിക്കുന്നു, ഒരു ജോഡി എത്തും. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ കൊച്ചു കുട്ടികൾ, 2 വയസ്സുള്ള കുട്ടികൾ വരെ ഫോൺ ചെയ്ത് പറയും അപ്പൻ എന്നെ പീഡിപ്പിക്കുന്നു. അന്നേരം പോലീസ് പോലും അവിടെ. അമേരിക്കയിലെ, ഓസ്ട്രേലിയ, യൂറോപ്പിലെ, കാനഡ എല്ലായിടത്തും സംഭവിക്കും. ഇവിടെയും വരും. ഏതെങ്കിലും ഒരു കുട്ടി ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, പറഞ്ഞാൽ വരും. പക്ഷെ നമ്മളിവിടെ മാന്യത കാണിച്ചു. അയ്യോ, ഞാൻ പറഞ്ഞ എൻ്റെ അപ്പനെന്ത് വിചാരിക്കും, അപ്പൻ നിന്നെ നശിപ്പിക്കല്ലേ, അപ്പൊ പിന്നെ എന്തിനാ അപ്പനെന്ത് സംഭവിക്കുമെന്ന് വിചാരിക്കുന്നത്, അയാളെ പോലീസ് പിടിച്ചോണ്ട് പോട്ടെ. ആഹാ, അപ്പൊ സാർ ഇതൊക്കെയാണോ പറയുന്നത്? ഇതൊക്കെ അല്ലാണ്ട് വേറെ എന്നാ പറയണ്ടേ? സന്തോഷം വരാനുള്ള സൂത്രമല്ലേ ഇനി പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് അസർട്ടീവ് ആകണമെന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടാൻ ബാധ്യസ്ഥരാണ്, പേടിക്കാൻ ബാധ്യസ്ഥരാണ്. ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ ഇരിക്കുന്ന നീ അല്ലെങ്കിൽ അവന് അല്ലെങ്കിൽ അവളൊക്കെ സന്തോഷം വേണമെന്നുള്ളത് അവര് തീരുമാനിക്കണം. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കും. നമുക്കിതിന്റെ സൂത്രങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കാനേ പറ്റൂ. പിന്നെ ഒന്ന്, ഡിറ്റാച്ച്മെന്റ് എന്നുള്ളൊരു വാക്കുണ്ട്. നമ്മളിങ്ങനെ എല്ലാവരുമായിട്ടും അറ്റാച്ചായിട്ട് നടക്കാണ്. അയ്യോ, എൻ്റെ മകന്, എൻ്റെ മകള്, എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറ്റാച്ച്മെന്റ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് സങ്കടമായി. ഇപ്പൊ ജോണിക്ക് പറ്റിയത് അങ്ങനെയാണ്. അങ്കിൾക്ക് സങ്കടം വന്നപ്പോഴത്തേക്കും ജോണിക്ക് സങ്കടം വന്നു. ബിക്കോസ് ജോണി കണ്ടമാനം അങ്കിളുമായിട്ട് അറ്റാച്ച്ഡ് ആയി. അറ്റാച്ച്മെന്റ് ഒന്നും കുഴപ്പമില്ല, ഇങ്ങനത്തെ സംഗതി വരുമ്പോൾ ഡിറ്റാച്ച്ഡ് ആകണം. എങ്ങനെയാണ് ഡിറ്റാച്ച്ഡ് ആകുന്നത്? ആ, അങ്കിള് കരഞ്ഞു, അതിപ്പോ ഞാനെന്ത് ചെയ്യാൻ? അങ്കിളുടെ മനസ്സിൽ സങ്കടം വന്നു, കരഞ്ഞു, അതിനിപ്പോ ഞാൻ കരേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് ഡിറ്റാച്ച്മെന്റ്. ഞാനും അങ്കിളുമായിട്ട് വേർപെടുത്തണം. ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇപ്പം ജോണി ഇരുന്നത്. അത് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്, ഹൗ ടു ഗെറ്റ് ഡിറ്റാച്ച്ഡ്. അതാരായാലും, മക്കളായാലും അപ്പനായാലും. ഇതൊക്കെയല്ലേ ഷാമിലൊക്കെ പറയുന്നത് കേട്ടില്ലേ? നേരത്തെയൊക്കെ പുള്ളിക്ക് ഡിറ്റാച്ച്ഡ് ആകാൻ പറ്റിയതായിരുന്നു, ഇപ്പൊ പറ്റി. ഭർത്താവിന്, മക്കൾക്ക്, നാട്ടുകാർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഷമില ഡിറ്റാച്ച്ഡ് ആയിട്ട് ചിന്തിക്കും, അത് അവരല്ലേ, അവരുടെ പ്രശ്നമല്ലേ, ഇനിയിപ്പൊ ഞാനിതിനെ സങ്കടപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ. ഇത്രയും മനസ്സിൽ പറഞ്ഞാൽ മതി, നമ്മൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ കേട്ടിട്ടുള്ളൊരു വാക്കാണ്, എല്ലാവരും അവകാശപ്പെടുന്നുണ്ട്, ലവ്. എനിക്ക് ഭയങ്കര ലവ് ആണ് എൻ്റെ അപ്പനോടും എൻ്റെ മക്കളോടും എൻ്റെ നാട്ടുകാരോടും വീട്ടുകാരോടും. ലവ് ഈ പറയുന്നത് മാത്രമേ ഉള്ളൂ, സംഗതിയോട് അടുക്കുമ്പോൾ ലവ് ഒന്നുമില്ല. അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ലവ് എന്നാന്ന് അറിയത്തില്ല. പിള്ളേര് കരഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നതെല്ലാം മേടിച്ചു കൊടുക്കുക, അതാണ് ലവ്, അല്ലേ? അങ്ങനെയാണ് പുതിയ കണക്കാക്കിയിരിക്കുന്നത് ലവ്. പിന്നെ നമ്മളൊരു വാക്ക് കേട്ടിട്ടുണ്ട്, അൺകണ്ടീഷണൽ ലവ്. ആരോട് ചോദിച്ചാലും പറയും, അയ്യോ ഞാൻ അൺകണ്ടീഷണൽ ലവ് ആണ്, എനിക്ക് എൻ്റെ മക്കളോട് അൺകണ്ടീഷണൽ ലവ് ആണ്, പ്യോർ ലവ് ആണ്. പ്യോർ ലവ് ആണെങ്കിൽ വേണ്ടാത്തെല്ലാം മേടിച്ചു കൊടുത്ത് അവരെ കൊല്ലുന്നത് എന്നതിനാ?
ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പല്ലെല്ലാം പോകും, നമുക്കറിയാവുന്നതല്ലേ. എന്നാലും കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കും, ഇല്ലേ? അപ്പോൾ നിങ്ങൾ അവരെ നശിപ്പിക്കല്ലേ ചെയ്യുന്നത്. കുട്ടികൾ പറയുന്നതെല്ലാം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ കുട്ടീനെ ഉപദ്രവിക്കുക ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു അപ്പൻ, പ്രായമായിട്ട് ഒരു അങ്കിൾ ഉണ്ടെങ്കിൽ, എടാ എനിക്ക് കൊതി വരുന്നു, ഒരു ഐസ്ക്രീം മേടിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ മേടിച്ചു കൊടുക്കും. നിങ്ങൾ കൊല്ലുക ചെയ്യുന്നു. നിങ്ങളൊരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെ രണ്ട് കാരണന്മാരുണ്ട്, അവർ രണ്ടുപേരും ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ 2 കിലോയുടെ കേക്കും അല്ലെങ്കിൽ 1 കിലോയുടെ കേക്കും മേടിച്ചുകൊണ്ട് ചെല്ലുന്നെങ്കിൽ, ഏതായാലും കൊണ്ടുവന്നതല്ലേ, ഒരു കഷ്ണം തിന്നാൻ പറയും, അവർ ആഘോഷമായിട്ട് കഴിക്കും. കുട്ടികളെ 2 വയസ്സ് 1 വയസ്സുള്ള കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിടുമ്പം അമ്മമാരോ അല്ല അച്ഛന്മാർ പറഞ്ഞു തരാം, എടാ നീ പഠിച്ച് മിടുക്കനാകണം, ഇല്ലേ? അതൊരു കണ്ടീഷനാ. അപ്പൊ ഈ കുട്ടിയിലോട്ട് തലയോട്ട് കയറി പഠിച്ച് മിടുക്കനാകണം. അപ്പൊ അവനെ കൊണ്ടോട്ട് പഠിക്കാനും പറ്റത്തില്ല, ഇച്ചിരി വലിയ കഴിവൊന്നും ഇല്ലെന്ന് കുട്ടിക്കും. ഉടനെ അവൻ അങ്ങ് തീരുമാനിച്ചു, അയ്യോ എന്നെ കൊണ്ട് മിടുക്കനാകാൻ പറ്റിയില്ല. കുട്ടീനെ നെഗറ്റീവായി. കണ്ടീഷണൽ ലവ് ആണ് ഇതെല്ലാം. അൺകണ്ടീഷണൽ ആണെങ്കിൽ അവനെ സ്കൂളിലേക്ക് മാത്രം പറഞ്ഞു വിട്ടേച്ചാൽ മതി, അവനവിടെ ചെന്നിട്ട് പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ചെയ്തോളൂ. അപ്പം നിങ്ങൾ ചോദിക്കും, സാറേ എൻ്റെ മക്കളെ പഠിക്കണ്ടേ? അങ്ങനെ അങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകുന്നത്. ഇതിനൊക്കെ മുമ്പ്, ഇതൊക്കെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലുള്ള കാര്യമാണ് ഇപ്പം ഞാനീ പറയുന്നത്. ഇതിന് മുമ്പത്തെ കാലഘട്ടം, എൻ്റെ ജനറേഷനിലൊക്കെ ഇങ്ങനത്തെ പണിയൊന്നും ഇല്ലായിരുന്നല്ലോ. ആരും പഠിക്കാൻ പറയാല്ല, അപ്പനും പറയാല അമ്മയും പറയാല, അവർക്ക് അറിയത്തില്ല പഠിക്കുന്നുണ്ടോ ഇല്ലെന്ന് പോലും അറിയത്തില്ല. എന്നിട്ടെന്തേ ഞങ്ങളെ ഡോക്ടർമാർ എഞ്ചിനീയർമാരൊക്കെ ആയില്ലേ? ഇപ്പം നിങ്ങളുടെ മക്കളെ പുറകെ നടന്ന് പഠിപ്പിച്ചിട്ട് അവരെന്താ ചെയ്യുന്നത്? ഓരോ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് ഓരോ കാരണന്മാർ വരും, എൻ്റെ സാറേ എങ്ങനെയെങ്കിലും ഈ കുട്ടീനെ പഠിപ്പിച്ചാൽ മതി. അപ്പം അവരാരും പഠിച്ച് മിടുക്കനാണെന്ന് പറഞ്ഞിട്ടില്ലേ? ഞങ്ങളുടെയൊക്കെ പേരൻസ് പറഞ്ഞ്, നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ നേരെ പറമ്പിലോട്ട് ഇറങ്ങി തൂമ്പാടുത്ത് കളിക്കാനാ പറയുന്നത്. പഠിച്ചവരാരും രക്ഷപ്പെടാൻ പോകണില്ല. ഇപ്പൊ അതല്ലേ സംഭവിച്ചിരിക്കുന്നേ. എല്ലാരും അങ്ങ് പഠിച്ചെന്ന് കുട്ടിക്കും. തേങ്ങായും ഇല്ല, നെല്ലും ഇല്ല, കപ്പയില്ല, എങ്ങനെയാ ജീവിക്കുന്നത്? പണിയെടുക്കാൻ ആരെങ്കിലും വേണമല്ലോ. നിങ്ങൾ നല്ലൊരു ശതമാനം ആൾക്കാർ ഓട്ടോറിക്ഷ കയറാറുണ്ട്, എന്നാൽ നിങ്ങളുടെ മക്കൾ ഓട്ടോറിക്ഷ ഓടിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആകെ സങ്കടം തോന്നും. അവരെ പഠിപ്പിച്ച് IAS-കാരനാക്കും. ഇപ്പൊ എല്ലാവരും അങ്ങ് IAS-കാരാക്കി, അല്ലെങ്കിൽ ഡോക്ടറാക്കി, എഞ്ചിനീയറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞു, ഒരു ഓട്ടോറിക്ഷ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഓട്ടോറിക്ഷക്കാരനെ വിളിക്കണ്ടേ? ഇതെല്ലാത്തിനും ആള് വേണം. നിങ്ങൾ ഹോട്ടലിലോട്ട് ചെല്ലുന്നു, ഇതിപ്പോ ഓണം വരാൻ പോവുകയാണ്, 32 തരം കറികളായിട്ട് ഭക്ഷണം കിട്ടണം. അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ ഡോക്ടർമാർ എഞ്ചിനീയർമാർ IAS-കാരാണ് കറി ഉണ്ടാക്കുന്നത്. അവരൊക്കെ മിക്കവാറും പരീക്ഷ തോറ്റ ആൾക്കാരാ. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ആൾക്കാർ വേണം. അപ്പൊ അതുകൊണ്ട് എൻ്റെ മകന് ഒരു കുക്കായി അല്ലെങ്കിൽ കാറ്ററിംഗിനായി എന്ന് പറഞ്ഞാൽ എന്തിനാ സങ്കടപ്പെടുന്നത്? ഏത് ജോലി ചെയ്താലും ജീവിക്കാനുള്ള കാശ് കിട്ടുമെന്ന്. ഇനി നിങ്ങളെ മക്കൾ ഇവിടുന്ന് BA MA ഒക്കെ കഴിഞ്ഞിട്ട് കാനഡ ഇംഗ്ലണ്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അവിടെ ചെന്നാലും പാത്രം കഴുകാണല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോറി ഓടിക്കാ ചെയ്യുന്നത്. ഇവിടുന്ന് PhD എടുത്ത ആൾക്കാർ എനിക്കറിയാം അവിടെ പോയിട്ട് ലോറി ഓടിക്കുന്നു. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് പേരൻസ് കൊണ്ടുവന്നിട്ട് ഈ കുട്ടികൾ തന്നെ പറയും, എൻ്റെ അങ്കിളെ ദയവ് ചെയ്ത എൻ്റെ അപ്പനോട് പറ, എനിക്കൊരു ടാക്സി മേടിച്ചു തന്നാൽ മതി, ഞാൻ ഹാപ്പി ആയിട്ട് ടാക്സി ഓടിച്ചോളാം. ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന അൺകണ്ടീഷണൽ ലവിൻ്റെ കാര്യമാണ്. നമ്മുടെ കുട്ടികളോടും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം നമ്മൾ കണ്ടീഷൻ വെച്ചാണ് പെരുമാറുന്നത്. ആ കണ്ടീഷൻ വെച്ചതിൻ്റെ പേരിൽ അൺഹാപ്പിനെസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സൂത്രങ്ങൾ എന്ന് പറഞ്ഞത്.